ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. നമ്മുടെ 5th കൺട്രി എവിടെയാണെന്ന് മനസ്സിലായോ? വി ആർ ഇൻ ക്യൂബ. ഫ്ലൈറ്റ് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വന്നത്. ഞങ്ങൾ കയോ സാന്റാ മരിയ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് ഞങ്ങളുടെ റിസോർട്ടുള്ളത്. സോ ഇവിടെ നിന്നൊരു 1.5 hours യാത്ര അവിടേക്കുണ്ട്. ഇവിടെ കുറേ ബസ്സസ് കാണുന്നില്ലേ, അപ്പോൾ ഡിഫറെൻറ്റ് റിസോർട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനാണ് അത്. നമ്മൾ ഓൾ ഇൻക്ലൂസീവ് വെക്കേഷനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അക്കോമഡേഷൻ, ഡ്രിങ്ക്സ്, ലൈക്ക് എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി പാക്കേജ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളെടുത്തൊരു ഡിസിഷനായിരുന്നു ഈ ഒരു വെക്കേഷൻ പ്ലാൻ തന്നെ. അപ്പോൾ എനിക്ക് കറക്റ്റ് പാക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാനഡയിൽ നിന്നൊരു സൺ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ റിസോർട്ട് എത്തി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം 12 മണിയായിരുന്നു. നമ്മുടെ റിസോർട്ടിന് ആക്ച്വലി 3 ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് റിസോർട്ട്സ് ഉണ്ട്. ആക്ച്വലി വി കെയിം ടു ദ റോങ് റിസോർട്ട്. നമ്മുടെ റിസർവേഷൻ ഈ സെയിം കോമ്പൗണ്ടിലുള്ള വേറൊരു ഹോട്ടലിലായിരുന്നു. ഇവർക്ക് തന്നെ ലക്ഷറി വിങ് ആയിട്ടുള്ള ഗ്രാൻഡ് മെമ്മറീസ് സാങ്ച്വറിയിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം കോമ്പൗണ്ടിലാന്ന് പറഞ്ഞാലും അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട്. സോ വി ഗോട്ട് എ ഇലക്ട്രിക് ഷട്ടിൽ. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മറ്റേ റിസോർട്ടിലായിരുന്നു ആൻഡ് ഫ്യൂ ഓഫ് us went to the other one. ഈ ഷട്ടിലുള്ള യാത്ര വളരെ രസകരമായിരുന്നു. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ലഗേജൊക്കെ കൊണ്ട് ഈ നട്ടപ്പാതിരേക്ക് നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ടെൻഷനായിട്ട് വരിക. സോ നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ ലോബിയാണ് കാണുന്നത്. ഇവിടെ ഇത്ര നേരമായെങ്കിലും കുറേ പേരൊക്കെ സ്റ്റിൽ എൻജോയിങ് ദെയർ ഡ്രിങ്ക്സ്. നമ്മൾ നേരത്തെ പോയ ആ റിസോർട്ടിൽ കൂടുതൽ ഫാമിലീസ് ആയിരുന്നു വിത്ത് കിഡ്സ്. അതുകൊണ്ടാണ് തോന്നുന്നു അവിടെ ആരെയും നമ്മൾ കണ്ടില്ല. ഇവിടെ നിന്ന് കീസ് കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നത്. ഈ ബാർ ഇവിടെ 24 hours ഓപ്പൺ ആണ്. ഈ സമയമായപ്പോഴേക്കും ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ഒരു സീറ്റിൽ ഇരുന്നു. നമുക്ക് അവരുടെ ഡയമണ്ട് ക്ലബ് പാസും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് പ്രത്യേകം പ്രിവിലേജസ് ഈ ബാൻഡ് ഉണ്ടെങ്കിൽ കിട്ടും. സോ ഫോർ ദി നെക്സ്റ്റ് 7 days നമ്മൾ ഈ റിസോർട്ടിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ വി ഗോട്ട് സം ഡ്രിങ്ക് ആൻഡ് ഇവിടെ 24 hours ഐ തിങ്ക് വിൽ ഗെറ്റ് സം ഫുഡ് ഓൾസോ. രാത്രി ഈ സമയമായതുകൊണ്ട് അവിടെ ലൈവ് മിനി പിസ്സാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ വി ഓർഡർഡ് ഫ്യൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ റൂമിലേക്ക് പോകാൻ ഷട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഇതേ നോക്കിയപ്പോൾ ഒരു ഞണ്ട്. അപ്പോൾ ഇതായിരുന്നു ഉള്ളതിൽ വലിപ്പം ഉണ്ടായിരുന്നത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതവിടുത്തെ പൂളാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ മെയിൻ ലോബി. ഇപ്പോൾ രാത്രിയായ കാരണം അങ്ങോട്ട് ആക്സസ് ഇല്ല. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉൾഭാഗം. ഭയങ്കര ലക്ഷറി അല്ലെങ്കിലും ഐ തിങ്ക് വിത്ത് ക്യൂബൻ സ്റ്റാൻഡേർഡ്സ് ഇത് കൺസിഡർ ആസ് എ 5 star. പിന്നെ ക്യൂബ ഒരു പോവർട്ടി രാജ്യമാണല്ലോ. സോ വി ഡിഡ്ന്റ് എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് ദിസ് മച്ച്. കുറച്ച് കോംപ്ലിമെൻ്ററി ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു ആസ് അതർ റിസോർട്ട്സ്. പിന്നെ ഇവിടെ നമുക്കൊരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫ്രിഡ്ജിൽ നമുക്ക് സോഡ, വെള്ളം, ബിയർ, പിന്നെ കോളയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബ്രാൻഡ് ആണ്, കോളയുടെ സെയിം ടേസ്റ്റാണത്. അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയണ നേരമായി.
എന്നാലും വി ആർ ഹെഡിങ് ടു ദ മെയിൻ ലോബി. നമുക്കൊരു ഷോർട്ട് കട്ട് എടുത്ത് ഈ പൂളിൻ്റെ സൈഡിൽ കൂടെ പോവാം. ഇതേ അങ്ങ് ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ടർക്കോയ്സ് ബീച്ച്. ഇവിടെ ഈ റിസോർട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് ബഹാമാസിൻ്റെ അടുത്താണ്. സോ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ വി ക്യാൻ സീ ദ ബ്ലൂ ടർക്കോയ്സ് വാട്ടർ. അപ്പോൾ ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്, ബട്ട് ശരിക്കും കാണുമ്പോൾ ഇറ്റ് വാസ് മാജിക്കൽ. നമ്മൾ ഫ്ലൈറ്റ് ടൊറൻറ്റോന്നാണ് വന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ആ ഫ്ലൈറ്റിൽ വന്നവരെല്ലാവരും മോസ്റ്റ്ലി സ്പാനിഷാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ അധികം ഇംഗ്ലീഷ് കേൾക്കാൻ കുറവാണ്. സ്റ്റാഫിനെല്ലാം അറിയാം, ബട്ട് മോസ്റ്റ്ലി പീപ്പിൾ സ്പീക്കിംഗ് ഇൻ സ്പാനിഷ്. ആക്ച്വലി ഈ റിസോർട്ടിൽ ആകെ ഉണ്ടായിരുന്ന ബ്രൗൺ പീപ്പിൾ ഞങ്ങളായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നറിന് ഒരു ലൈവ് കൗണ്ടർ ഉണ്ടാവും. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്കൊരു ഷെഫ് ഓംലെറ്റ് ഉണ്ടാക്കി തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു ഡയമണ്ട് ക്ലബ് ആക്സസ് ഉണ്ടായിരുന്നു എന്ന്. സോ ഇവിടെ ഡിഫറെൻറ്റ് സിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയമണ്ട് ക്ലബ് ഉള്ള കാരണം ഈ ഒരു ഏരിയ ആക്സസ് ചെയ്യാം. സോ ദിസ് ഈസ് ആൻ അലാക്കാറ്റ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ളിലും കുറച്ച് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ടൈം തീരാറായപ്പോഴാണ് വന്നത്. പിന്നെ കുറേ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. ഇതൊരു കൈൻഡ് ഓഫ് സോസേജാണ്, ഒനിയൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് ഞാൻ കുറേ ട്രൈ ചെയ്തു അലനെ കൊണ്ട് അതൊന്ന് കഴിപ്പിക്കാൻ. പക്ഷേ അലൻ ഭയങ്കര പിക്കി ഈറ്ററാണ്. സോ അലൻ കഴിച്ചില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ എനർജറ്റിക് ആയിട്ട് ഇനി ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇത് ലോബിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള പൂൾ സൈഡാണ്. ഇവിടെ 2 ഡിഫറെൻറ്റ് പൂൾസ് ഉണ്ട് ആൻഡ് ഓൾസോ എ പൂൾ സൈഡ് ബാർ. ബാക്കി ക്യൂബൻ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.